നിങ്ങൾ വാക്ക് പാലിക്കരുത്. കേൾക്കുമ്പോൾ ഞെട്ടുമല്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ വാക്ക് കൊടുത്തതാണ്, ആ വാക്ക് തെറ്റിക്കില്ല എന്ന്. വാക്ക് നിങ്ങൾ തെറ്റിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും വാക്ക് കൊടുക്കുന്നത് പലപ്പോഴും പ്രോമിസ് കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു ഇമോഷൻ്റെ പുറത്തായിരിക്കാം, ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം, ആ ഒരു എൻവയറമെൻറ്റിലായിരിക്കാം, അന്നുണ്ടായ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ സിറ്റുവേഷൻ മാറും, കാലങ്ങൾ മാറും, നമ്മൾ ചിലപ്പോൾ മാറ്റങ്ങൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആർക്കോ എപ്പോഴോ കൊടുത്ത വാക്കാണ്, അതിൽ നിന്ന് ഞാൻ മാറില്ല എന്ന് പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ്. വാക്ക് മാറണം സാഹചര്യം അനുസരിച്ച്, പുതിയ അറിവനുസരിച്ച്, പുതിയ നമുക്ക് ഇൻസൈറ്റ് അനുസരിച്ച് നമുക്ക് ഉൾക്കാഴ്ചകൾ കിട്ടും, അറിവ് കിട്ടും. ആ സാഹചര്യം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും, വിവേകം വരും, ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ ഇമോഷൻ്റെ പുറത്തല്ല, വിവേകത്തിൻ്റെ പുറത്ത് നമ്മൾ ഡിസിഷൻ എടുക്കണം. അന്ന് ഇമോഷൻ്റെ പുറത്ത് പലപ്പോഴും അമിത സന്തോഷം വരുമ്പോൾ നമ്മൾ ചില വാക്കുകൾ കൊടുക്കും, അപ്പോഴും വികാരത്തിൻ്റെ പുറത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അമിത ദുഃഖം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും, ഇതെല്ലാം വികാരത്തിൻ്റെ പുറത്തുള്ള ബ്രെയിൻ്റെ ഏരിയ വർക്ക് ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് നമ്മൾ വിവേകത്തിൻ്റെ പുറത്ത് എപ്പോഴാണോ നമുക്ക് അല്ലെങ്കിൽ ഒരു ബോധം വരുന്നു, അറിവ് വരുന്നു, ചില സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിക്കുന്നു, ഇതാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വാക്ക് മാറ്റേണ്ടി വരും, തീർച്ചയായിട്ടും നമ്മുടെ തീരുമാനം മാറ്റേണ്ടി വരും. അപ്പോൾ വാക്ക് മാറ്റുക എന്നുള്ളത് ഏറ്റവും പോസിറ്റീവുമാണ്, നല്ലതുമാണ്.